പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗ്ഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ മാസം 16 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കശമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പ്രാർത്ഥനയുടെ മറുപടി നമ്മിൽ വെളിപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന വിവിധ അനുഭവങ്ങൾ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് പ്രാർത്ഥനയുടെ ഉത്തരം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിവിധ അനുഭവങ്ങളെ കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. പ്രാർത്ഥനയുടെ ഒരു മറുപടി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ആദ്യം വെളിപ്പെടുന്നത് നമ്മുടെ ഭയം മാറുകയായിരിക്കും. കാരണം നാം നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് താമസം വരുമ്പോൾ നമ്മുടെ അകത്തൊരു ഭയം ഉളവാകും. അത് വെളിപ്പെടുമോ? ആ വിഷയം നടക്കുമോ? ഇനി ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഭയം നമ്മളെ വല്ലാതെ ഭരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ നിലയിൽ നിൽക്കുമ്പോൾ ഇതാ ദൈവം സെക്കരിയാവിനോട് പറയുകയാണ്, വളരെ നാളുകളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, വളരെ നാളുകളായി നീ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന നിന്റെ വിഷയത്തിന് ഇതാ മറുപടി വരികയാണ്. 1-ാമത്തെ അനുഭവം എന്ന് പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നാൽ സെക്കരിയാവേ, നിന്റെ ഭയം മാറും. വിശ്വസിക്കുന്നവർ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരികയാണ്, എൻ്റെ ഭയം ദൈവം നീക്കുന്നു. 2-ാമത്തത് ഈ 1-ാം അധ്യായത്തിൽ തന്നെ 1-ന്റെ-25-ാമത്തെ വാക്യമാണ്. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ നിന്ദ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ എങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ഇതാ സെക്കരിയാവിൻ്റെ ഭാര്യ എലിസബത്ത് പറയുകയാണ്, പ്രാർത്ഥനയുടെ മറുപടി എനിക്ക് വന്നപ്പോൾ, പ്രാർത്ഥനയുടെ ഉത്തരം എനിക്ക് കിട്ടിയപ്പോൾ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ ദൈവം നീക്കിക്കളഞ്ഞു. 1-ാമത് ഭയം മാറുമെങ്കിൽ നാളുകൾ നിങ്ങൾ തലകുലിച്ച നാളുകൾ എങ്ങനെയെന്ന് ചോദിച്ച ചോദ്യത്തിനകത്ത് ഇതാ നിന്റെ മേളിൽ കിടക്കുന്ന നിന്ദയെ ദൈവം ഉരുട്ടിക്കളയുകയാണ്. പ്രാർത്ഥനയുടെ മറുപടി വന്നാൽ, പ്രാർത്ഥനയുടെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയും. എൻ്റെ ദൈവം നിന്റെ മഹത്വമായി വെളിപ്പെടുകയാണ്. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരികയാണ്. നമ്മുടെ നിന്ദ ഉരുണ്ട് നീങ്ങുകയാണ്. ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 3-ാമത്തെ അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കർത്താവിന് നന്ദി പറയാം. പ്രാർത്ഥനയുടെ മറുപടി 3-ാമത് നമുക്ക് ലഭിച്ചാൽ നമുക്കുണ്ടാകുന്ന അനുഭവം, നമുക്ക് ചുറ്റും നിൽക്കുന്നവർ നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കും. നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് പറയും. നാളുകൾ നമ്മോട് ചോദിച്ചിട്ടില്ലേ, നീ പ്രാർത്ഥിക്കാൻ പോയിട്ട്, നീ കൈകൊട്ടാൻ പോയിട്ട്,
അറിയട്ടെ എന്തായെന്നുള്ളത്. എന്നാൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി, നിന്റെ സൗഖ്യം, നിന്റെ വിടുതൽ ഇതാ ലോകം കാണാൻ പോവുകയാണ്. നിനക്ക് ചുറ്റും നിൽക്കുന്നവർ കാണാൻ പോവുകയാണ്. അവർ നിന്നോട് പറയാൻ പോകുന്നു, നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ നമുക്ക് നേടാൻ കഴിയുന്നത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോഴാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് നേരിട്ട് പറഞ്ഞാട്ടെ, കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതിനായി നന്ദി. എങ്കിൽ 4ാമത്തെ അനുഭവം എന്ന് പറയുന്നത് 53-ാം സങ്കീർത്തനം അതിൻ്റെ 6ാമത്തെ വാക്യമാണ്. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. 6ാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും എന്നുള്ളതാണ്. ഇതാ 4ാമത്തെ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത്, ആ അനുഭവം എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥിതി ഒരു മറുപടി നമുക്ക് ലഭിച്ചാൽ, നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിന് മറുപടി ലഭിച്ചാൽ നമ്മുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ പറഞ്ഞാട്ടെ, എൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. നാളുകൾ കരഞ്ഞ, നാളുകൾ വിഷമിച്ച വിഷയത്തിനകത്ത് മറുപടി വരുമ്പോൾ ഞാൻ ആൾ മാറിയവനെ പോലെ ആയിത്തീരുകയാണ്. ഹല്ലേലൂയ. എൻ്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കിയിരിക്കുകയാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 4ാമത്തെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിതി മാറിയിരിക്കും. ഹല്ലേലൂയ. നീ കരഞ്ഞതും നീ വിഷമിച്ചതിൻ്റെ ഒരു കാലം തീർന്നിട്ട് ഒരു പുത്തൻ സീസൺ നിനക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. എങ്കിൽ 5ാമത്തെ തലം ഇതിനകത്ത് തന്നെയുണ്ട്. പ്രാർത്ഥിക്കുന്ന യാക്കോബ് സന്തോഷിക്കും, സഭയെന്ന ഇസ്രായേല് ആനന്ദിക്കാൻ തുടങ്ങും. പ്രാർത്ഥനയുടെ മറുപടി വന്നാൽ നമുക്ക് സന്തോഷം വെളിപ്പെടാൻ തുടങ്ങും. കൂട്ടമായി സഭ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് വലിയ ആനന്ദം വെളിപ്പെട്ട് വരുന്നത് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ പറയാം, പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നു, നമ്മുടെ വിഷയത്തിന് മറുപടി വരികയാണ്. എല്ലാവരും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവകൃപ, വലിയ ദൈവത്തിൻ്റെ മഹത്വം ഈ പ്രഭാതത്തിൽ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരട്ടെ. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവമേ, അങ്ങ് മാറാത്തവനാകിയാൽ, ദൈവമേ, അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം എന്നെ കണ്ട ഓരോ മക്കൾക്കും ഒരു മറുപടിയായി, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും നാളുകൾ പ്രാർത്ഥിച്ചതിന് വിടുതലായി ഈ പ്രഭാതത്തിൽ തീരണോപ്പ. ഞങ്ങളുടെ സ്ഥിതി മാറി ഞങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കുവാൻ കർത്താവെ ഈ പ്രഭാത സന്ദേശം ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും ഈ സൂം ഐഡിക്ക് വേണ്ടി വേഗത്തിൽ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 9072 എന്ന് കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ തയ്യാറാക്കുക. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അധികത്തിൽ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.